ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മളൊരു കരിക്കിൻ ഷേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. വീഡിയോ ആദ്യമായി കാണുന്ന ഏതെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദിയുണ്ട്. വീണ്ടും നിങ്ങളുടെയൊക്കെ സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊള്ളുന്നു. ഹെൽത്തി ആയിട്ടുള്ള ഒരു ഷേക്ക് കൂടിയാണല്ലോ കരിക്കിൻ ഷേക്ക്. മധുരമുള്ള പാനീയത്തിനൊപ്പം ജെല്ലി പോലെയുള്ള അതിൻ്റെ കാമ്പും കഴിക്കാവുന്നതാണ്. തണുപ്പിക്കുന്ന രുചിക്ക് പുറമേ പോഷകങ്ങൾ സമ്പുഷ്ടമാണ് കരിക്ക്. ശരീരഭാരം നിയന്ത്രിക്കാനും ദഹന ആരോഗ്യത്തിനും അവ സഹായിക്കുന്നു. ആൻറ്റി ഓക്സിഡൻറ്റുകൾക്ക് പുറമേ തലച്ചോറിൻ്റെ പ്രവർത്തനത്തെ സഹായിക്കുന്ന ആരോഗ്യകരമായ ഫാറ്റി ആസിഡുകളും അവയുടെ കാമ്പിൽ അടങ്ങിയിട്ടുണ്ട്. കരിക്കിൻ വെള്ളം ജലാംശം നൽകുന്നതിനും ഇലക്ട്രോലൈറ്റ് ബാലൻസ് നിലനിർത്താനും സഹായിക്കുന്നു. കരിക്കിൻ്റെ ഗുണങ്ങൾ പച്ചത്തേങ്ങയിൽ നിന്നും വ്യത്യസ്തമാണ്. രാവിലെ വെറും വയറ്റിൽ കുടിക്കാൻ ഏറ്റവും ഉത്തമമായ പാനീയങ്ങളിൽ ഒന്നാണ് തേങ്ങാവെള്ളം അല്ലെങ്കിൽ കരിക്കിൻ വെള്ളം. കരിക്കിൻ വെള്ളമെങ്കിൽ കൂടുതൽ നല്ലത്. കരിക്കിൻ ഷേക്ക് ഉണ്ടാക്കാനായിട്ട് നമ്മൾ അതിൻ്റെ കാമ്പൊക്കെ ഒരു കത്തി വെച്ച് ഇളക്കി മാറ്റിയിട്ടുണ്ട് കേട്ടോ. സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടും. നമുക്ക് വേണമെങ്കിൽ ചെറിയ ചെറിയ പീസസായി കട്ട് ചെയ്തിട്ടെടുക്കാം. പിന്നെ നമ്മൾ തേങ്ങാവെള്ളം തേങ്ങാവെള്ളമല്ല, കരിക്കിൻ വെള്ളമോ അത് സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്ന കസ്കസാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അത് നിർബന്ധമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം എടുത്താൽ മതി കേട്ടോ കസ്കസ്. കുറച്ച് പാലൊന്ന് ഒഴിച്ചതിന് ശേഷം നമുക്ക് കുതിരാൻ വേണ്ടി വയ്ക്കാം. വേണമെങ്കിൽ നമുക്ക് കരിക്കിൻ വെള്ളം വേണമെങ്കിൽ ഒഴിച്ചിട്ട് കുതിരാൻ വേണ്ടി മാറ്റി വയ്ക്കാം കേട്ടോ. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കാമ്പ് നമുക്ക് മിക്സിയുടെ ജാറിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. വലിയ പീസസ് ആയിട്ട് എടുക്കുമ്പോൾ നമുക്ക് അരഞ്ഞു കിട്ടാൻ കുറച്ച് ടൈം എടുക്കും, പക്ഷെ നന്നായിട്ട് അരഞ്ഞു കിട്ടും കേട്ടോ. പിന്നെ നമ്മൾ കരിക്കിൻ വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കരിക്ക് മുങ്ങിത്തടക്കുന്ന വിധത്തിലുള്ള പാൽ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അതിനുശേഷം നമുക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതിൽ കുറച്ച് മധുരം കാണും, അതുകൊണ്ട് നമ്മൾ കരിക്കിൻ വെള്ളത്തിൽ മധുരമുണ്ട്, അതനുസരിച്ച് വേണം നമ്മൾ മധുരം ചേർക്കേണ്ടത്. പിന്നെ ഏലക്ക ഇഷ്ടമുള്ളവർക്ക് ഏലക്ക ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ ഷേക്ക് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്ക് കുറച്ചുകൂടെ ലൂസായിട്ട് വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ മിൽക്കോ അല്ലെങ്കിൽ കരിക്കിൻ ഷേക്കോ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. കുറച്ച് നന്നായിട്ട് ലൂസായി പോയി കഴിഞ്ഞാൽ നമുക്ക് കുടിക്കാൻ അത്ര ടേസ്റ്റ് കാണത്തില്ല കേട്ടോ. കുറച്ചൊന്ന് തിക്കായിട്ടിരുന്നെങ്കിൽ മാത്രമേ കൊള്ളാവൂ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളെയൊക്കെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. വീണ്ടും നമുക്കൊരു അടുത്ത വീഡിയോയിൽ കാണാം.